ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാർച്ച് 8-ാം തീയതി ലോകമെമ്പാടും വനിതാ ദിനമായിട്ട് ആഘോഷിക്കുന്ന ഒരു സുദിനം നമ്മുടെ സബർമതി ഇടവകയിലും പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഈ ഒരു വനിതാ ദിനം നമ്മുടെ സൗകര്യാർത്ഥം ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. മാർച്ച് 8-ാം തീയതി വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും ഈ ഒരു വനിതാ ദിനത്തിൻ്റെ ഒരു ആചരണം നടത്തുന്ന ഒരു പതിവ് ശൈലി നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഇതുപോലെയുള്ള ആചരണങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരമെന്ന് പറയുന്നത് വനിതകൾക്കുള്ള അംഗീകാരം അന്നേ ദിവസം പ്രത്യേകമായിട്ട് ഇടവകങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നൽകുന്നു എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഇടവകയിലെ വികാരിയച്ഛനും, വികാരിയച്ഛനോട് ചേർന്ന് ഇടവകങ്ങളെല്ലാവരും ഇടവകയിലുള്ള വനിതകൾക്ക് പ്രത്യേകമായിട്ടൊരു ദിനം അവരുടെ സേവനങ്ങളെ, ശുശ്രൂഷകളെ ഓർമ്മിക്കുവാനും വിലയിരുത്തുവാനും നന്ദിയോടുകൂടി ആയിരിക്കുവാനും ഈ ഒരു ദിനം മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സബർമതി ഇടവകയിലും നമ്മുടെ ഇടവകയിലെ ഓരോ വനിതകളും ഇടവകയ്ക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒത്തിരിയേറെ നന്മകളെ വികാരിയച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അവരോടുള്ള ബഹുമാനവും ആദരവും ഇന്നേ ദിവസം പ്രകടമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇടവകയിലാകട്ടെ, ഒരു സമൂഹത്തിലാകട്ടെ, ഒരു കുടുംബത്തിലാകട്ടെ വനിതകൾ ചെയ്തു തരുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്. ആ നന്മകളെ പലപ്പോഴും നമ്മൾ കാണാൻ സാധിക്കാതെ വില കുറച്ച് കാണുന്നു എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ലോകമെമ്പാടും വനിതകൾക്കായിട്ട് ഒരു ദിവസം മാറ്റിവെക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് കുടുംബത്തിൽ ഇവർ ചെയ്തു തരുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്. പലപ്പോഴും കുട്ടികളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, അതിനെക്കുറിച്ചുള്ള തെല്ലും ചിന്തയില്ലാതെ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുത, ഒരു ദിവസം ഇവരുടെ ഇല്ലായ്മയാണ് ഇവരുടെ വില എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ദിവസം വനിതകൾ അടുക്കള പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിത പങ്കാളികൾക്ക്, മക്കൾക്ക് ഒക്കെ അടുക്കളയിലുള്ള ശുശ്രൂഷകൾ യഥേഷ്ടം ചെയ്യുവാൻ അറിഞ്ഞെന്ന് വരികയില്ല. ഇവരൊരു ദിവസം അസുഖം ബാധിച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുമ്പോൾ മാത്രമാണ് ഇവർ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഈ വലിയ നന്മകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശമ്പളം വാങ്ങി നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നവർ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു പരമ്പരാഗത ശൈലി നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു കുടുംബത്തിൽ ഓരോ സ്ത്രീയും ചെയ്യുന്നത് വില മതിക്കാനാവാത്ത ശുശ്രൂഷകളാണ് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുവാനും കുടുംബത്തിലും മറ്റുള്ളവരുടെ സമൂഹത്തിലുമൊക്കെ ബോധ്യപ്പെടുത്തുവാനും ഒക്കെയായിട്ടാണ് ഈ ഒരു ദിനം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളും ആചരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ വനിതകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ അമ്മമാർ ഓരോ കുടുംബത്തിലും ഇടവകയിലും ചെയ്തു വരുന്ന സേവനങ്ങളെ തീർച്ചയായിട്ടും അച്ഛൻ വിലമതിക്കുകയാണ്. ഓരോ വനിതകളും സമൂഹത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളും വിലമതിക്കാനാവാത്തതാണ് എന്നുള്ള കാര്യം ഈ വനിതാ ദിനത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ അഹോരാത്രം സേവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുത, ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ വലിയൊരു പങ്ക് ഈ ഒരു സ്ത്രീകൾ, അമ്മമാർ വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം.
ഒരിറ്റു പരിഗണനയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരാഗ്രഹിക്കുന്നത്. അടുക്കളയിൽ അവർ ചെയ്യുന്ന നന്മകളെ പ്രകീർത്തിക്കുവാനോ അത് എടുത്തു പറയുവാനോ ഒന്നുമല്ല ഈ ഒരു സന്ദേശം വഴി ആഗ്രഹിക്കുന്നത്. ഒരിറ്റു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി എത്രമാത്രം അധ്വാനിക്കുവാനും ഈ അമ്മമാർ തയ്യാറാണ്. വിശ്രമമില്ലാതെ ജോലി ചെയ്യുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർ കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട്. അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സംതൃപ്തി, അതുതന്നെയാണ് ഇവർ ചെയ്യുന്ന നന്മകൾക്കുള്ള ഏറ്റവും വലിയ ശമ്പളം എന്ന് പറയുന്നത്. അത് നൽകുവാൻ ഈ വനിതാ ദിനത്തിൽ പ്രിയപ്പെട്ട എൻ്റെ ഇടവകങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സബർമതി ഇടവകയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഇടവകയിലെ അമ്മമാർ ധാരാളം പേര് ജോലി ചെയ്യുന്നവരാണ്. ജോലി മേഖലയിലെ കാര്യങ്ങളും ചെയ്യണം, ഒപ്പം കുടുംബത്തിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ എത്രമാത്രം കഠിനാധ്വാനമാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. എങ്കിലും പരാതി കൂടാതെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് ചെയ്തു വരികയാണ്. ആ ഒരു നന്മകളെ പ്രത്യേകമായിട്ട് എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു സുദിനമായിട്ടാണ് ലോകമെമ്പാടും ഈ ഒരു വനിതാ ദിനം ആഘോഷിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അമ്മമാരിലാണ് നിലകൊള്ളുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇടവകയെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസ ജീവിതം ഓരോ കുടുംബത്തിലും നിലനിൽക്കുന്നത് വനിതകളിലാണ്, സ്ത്രീകളിലാണ് എന്നാണ് പറയുക. ഒരു കുടുംബത്തിൽ അമ്മമാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വിശ്വാസം നിലനിൽക്കുകയില്ല എന്നുള്ള ഒരു പരമ്പരാഗതമായ ഒരു ധാരണ ഞങ്ങൾ വൈദികരുടെ ഇടയിലുണ്ട്. സ്ത്രീകളിലാണ്, അമ്മമാരിലാണ് ഒരു കുടുംബത്തിൻ്റെ വിശ്വാസം മുഴുവനും നിലനിൽക്കേണ്ടത്. അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കുമൊക്കെ ഈ വിശ്വാസ ജീവിതം ലഭ്യമാവുകയുള്ളൂ. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ വിശ്വാസ മേഖലയിൽ വിശ്വാസരാഹിത്യം വന്നു ഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തെ മുഴുവനും അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഇടവകയിൽ അമ്മമാർ നൽകുന്ന സേവനങ്ങൾ, അത് വിശ്വാസ ജീവിതമാകട്ടെ, ആത്മീയ ജീവിതമാകട്ടെ, സാമൂഹികപരമായ രീതിയിലാകട്ടെ, ഏത് രീതിയിലും ഇവരുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. അത് എന്നും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സബർമതി ഇടവകയിൽ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ മാതൃവേദി അമ്മമാരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇടവകയോട് ചേർന്ന്, വികാരിയച്ഛനോട് ചേർന്ന് മാതൃവേദി അമ്മമാർ ചെയ്തു വരുന്ന ഒത്തിരിയേറെ സേവനങ്ങളെ, നന്മകളെ പ്രത്യേകമായിട്ട് ഞാൻ വിലമതിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നേ ദിവസം ഇടവക നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചെറിയ സമ്മാനങ്ങൾ നൽകുവാൻ കാരണമെന്ന് പറയുന്നത്. നിങ്ങളുടെ സേവനങ്ങളെ ഇടവക വിലമതിക്കുന്നു. ഇത്രയധികം അമ്മമാർ ഇന്നേ ദിവസം ഈ ഒരു വനിതാ ദിനത്തിൽ ഒന്നു ചേരുമ്പോൾ ഇടവകയുടെ വലിയ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രഘോഷണമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. സ്നേഹപൂർവം നിങ്ങൾക്ക് നന്ദി.